കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ, ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വയ ആരാധന. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ. ചില പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയണത്, നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളത്. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന് ദൈവത്തിന് ഒന്ന് മനസ്സിലായാൽ മതി. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല. കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല, അതാണ് കുഴപ്പം. അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ വാഴ നനയുമ്പോൾ ചീര നനയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകളെ അമ്മ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിഭജിക്കാനൊന്നും പറ്റത്തില്ല. ഉടമ്പടി പേഴ്സണാണ് എടുക്കുന്നത്, വ്യക്തിയല്ല എടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ആരാണ് ഉടമ്പടി എടുക്കുന്നത്, ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം? ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. ഇപ്പം ഇത് മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ? ഈശോയോട് ഒരു ചോദ്യം ഈശോയോട് ചോദിച്ചത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഈശോയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈശോ അതിന് ഉത്തരം പറയും. പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തൻ ചോദിച്ചു, സ്വർഗ്ഗരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ ഈശോയോട് ചോദിച്ചു. വേറെ ഒരുത്തൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണ്. 6:28 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യം കേട്ടില്ലേ? എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആരാണ്? ദൈവഹിത 6:28
എന്ന് പറഞ്ഞാൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഈശോ ഒരു ഉത്തരം അതിന് പറയും. എന്താണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി? വായിച്ചത് യേശു മറുപടി പറഞ്ഞു. പറഞ്ഞ യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക, അതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യാക്കോബ് 2:24. യാക്കോബ് 2:24. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവന് വിശ്വസിക്കുക, അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പം വിശ്വസിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? എന്താണ് ഈ യാക്കോബ് 2:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ് അത്? ഒന്നൊരു വായിച്ചേ. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ വഴിയാണ്. അതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തികളാണ്? എന്തെങ്കിലും പ്രവൃത്തികളാണ്? അല്ല. പിന്നെ എന്താണ്? അവൻ പറയണ പോലെയുള്ള പ്രവൃത്തികൾ, അവൻ പറയണ പോലെ ചെയ്യുക, അതാണ് വിഷയം. അവൻ അത് വായിച്ച് യോഹന്നാൻ 2:5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ ഈ അവൻ നിങ്ങളോട് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താ? ദൈവഹിത പ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം എന്നുള്ള ഉത്തരം എന്താണ്? വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. എന്ത് പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഇത് ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം ധന്യമായി തീർന്നിടും. ജീവിതം ധന്യമായി തീർന്നിടും. പ്രിയപ്പെട്ടവരെ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റായി പോയവർ, തിരിച്ചു കയറാൻ പറ്റാതെ ഇരിക്കുന്നവർ, വിസ ഉണ്ട് പക്ഷേ ജോലിയില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല, അങ്ങ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നവരുണ്ട്.
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് ജീവിക്കുന്നവർ, അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നിൽ നിറയണമേ. കർത്താവ് ജീവനോടെ മഹത്വപൂർണനായി ആരാധ്യനായി അനുഗ്രഹദാതാവായി നിൽക്കുന്ന സമയമാണ്. അമ്മ പരിശുദ്ധമ്മ ദേവമാത നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കണം. ഓൺലൈനിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷാത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നമുക്ക് വേണ്ടി മാധ്യസ്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവരെ പുച്ഛത്തോടെ പുറന്തള്ളണം. നീ നിൻ്റെ വിശ്വാസമായി നീ മുന്നോട്ട് പോകും. നമ്മൾ നേടും, കൃപ ധരിക്കും, നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. എല്ലാവരും നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗ്യങ്ങൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊച്ചുമക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചുമക്കളെ പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവർ സ്കൂളിൻ്റെ കാര്യങ്ങളും നോക്കാതെ എപ്പോഴും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇലക്ട്രോണിക്സുമായിട്ട് അഡിക്റ്റഡ് ആയിപ്പോയ കുഞ്ഞുങ്ങൾ അവിടെ വിടുതലിന് വേണ്ടി ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. നമ്മൾ ജയിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. മാറാരോഗ്യങ്ങൾ മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. തലയിൽ നിന്ന് രക്തം കിരിഞ്ഞു പോകുന്നത് കാണിക്കുന്നുണ്ട് കർത്താവ്. രക്തം കിരിഞ്ഞു പോകുന്ന എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടും കൂടെ ചോദിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്നെ തേടിപ്പിടിക്കും. കൈയടിച്ചുകൊണ്ട് സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്നെ
തേരു തെളിഞ്ഞാൽ ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം ചുവട്ടിലിരുന്നു തറയ്ക്കാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരം ചുവട്ടിലിരുന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. എല്ലാവരും മുട്ട നീക്കുക, മൗനമായി മുട്ട നീക്കുക. എൻ്റെ മക്കളെ, ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ്റെ കൂടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ വിഷയത്തിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ഏതെങ്കിലും വിഷയം നിങ്ങളുടെ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ആ വിഷയം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ